ഈ വരുന്ന ഞായറാഴ്ച 29 9:30 PSG വെസ്റ്റ് മിയാമി മാച്ച് നടക്കുന്നത്. നല്ലൊരു മാച്ചായിരിക്കും. ഒരു 99% ആളുകളും PSG വിജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അത് മിയാമിയെ വിട്ട് കളയാൻ പറ്റില്ല. മിയാമിയിൽ മെസ്സി, ബുസ്കറ്റ്, സുവാരസ്, ജോഡി അൽബ അങ്ങനെ തോനെ ആളുകളുണ്ട്. പറഞ്ഞു വരുന്നത് 99% PSG വിജയിക്കാൻ സാധ്യതയുണ്ട്. 1% മിയാമിക്കുണ്ട്. എന്ത് വേണേൽ നടക്കാം, ഫുട്ബോളാണ്. പിന്നെ മിയാമിയിൽ മെസ്സിയുണ്ട്. മെസ്സിക്ക് വെച്ചാൽ ഫ്രീ കിക്കോ എന്ത് വേണമെങ്കിലും ലഭിച്ചാൽ മെസ്സി അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യും. ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഒരു ഗംഭീര മാച്ചായിരിക്കും. മിയാമി വിജയിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായി മാറും. എന്തെന്ന് വെച്ചാൽ ഫിഫ റാങ്കിങ്ങിൽ 535 സ്ഥാനത്ത് നിൽക്കുന്ന മിയാമി ഫിഫ റാങ്കിങ്ങിൽ ഒരു ചോടേക്ക് ഫിഫ റാങ്കിങ്ങിൽ PSG സ്ഥാനമുള്ളത്. വലിയ കമ്പാരിസൺ ഉണ്ട്. 535 ഈ 10-30 സ്ഥാനത്തിലുള്ള PSG ആയിട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അഥവാ മിയാമി ജയിച്ചാൽ അത് ഭയങ്കര ഇതായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് മിയാമി ജയിക്കാനാണ്. ഞാനൊരു മെസ്സി ഫാനാണ്. കളിയാണ്, ഇപ്പം എന്താ സംഭവിക്കുക പറയാൻ പറ്റില്ല. അധികവും PSG ജയിക്കാനാണ് സാധ്യത. എന്നാലും മിയാമി ജയിക്കാനും സാധ്യത ഉണ്ട്. അത് വേറെ. ഞാൻ ഗ്രൂപ്പ് സ്റ്റേജ് തന്നെ വലിയതാണ്. അത് ചെറിയ ടീം. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നതിൽ വെച്ച് ഏറ്റവും പുറകിൽ ഫിഫ റാങ്കിങ്ങിൽ ബാക്കിൽ നിൽക്കുന്ന ടീമാണ് മിയാമി. എന്നിട്ട് അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു. അത് തന്നെ ഒരു വലിയൊരു വിജയമാണ്. പിന്നെ ഈ രണ്ട് ടീം വെച്ച് നോക്കുമ്പോൾ PSG ഒരു യൂറോപ്യൻ ടീമാണ്. ഒരു വെച്ചാൽ ഒരു ഗെയിം ശൈലി തന്നെ നല്ല ഫിസിക്കലായി കളിക്കുന്ന കളിശൈലിയാണ് അവരത്. അമേരിക്കൻ ലീഗ് MLS വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ ലീഗിൽ നല്ല രീതിയിൽ ഫിസിക്കലായിട്ടാണ് അവർ കളിക്കുക. പിന്നെ മിയാമീൻ്റെ ഡിഫൻഡിങ് ഒക്കെ വളരെ മോശമാണ്. തോനെ വ്യത്യാസങ്ങളുണ്ട് മിയാമി PSG വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് മിയാമി വിജയിക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബർ എണ്ണം കൂട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വളരെ കുറവാണ്, 10ൻ്റെ ചുവടറ്റേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒരു 100 എത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.